ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ചധികം മാസങ്ങളായിട്ടുണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. മിക്കവാറും ഷോർട്സൊക്കെയാണ്, അതും സ്ഥിരമായിട്ടൊന്നും ഇടലില്ല ഇപ്പം. എപ്പോഴും ഇടാൻ പറ്റിയ സാഹചര്യമൊന്നും ആയിരിക്കത്തില്ല. നമ്മളെന്നും ഒരേ മൈൻഡിലായിരിക്കത്തില്ലല്ലോ. ചിലപ്പം മടിയായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചിന്തയൊക്കെ ആയിരിക്കും മൈൻഡിൽ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ വിട്ടുപോകുന്നത്. ഇത്തവണ എന്തായാലും നോമ്പിന് ഞാൻ മുടക്കത്തില്ലെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ നോമ്പിന് വീഡിയോസ് ഇട്ടൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം എന്താണെങ്കിലും. അപ്പം ഇന്ന് നമുക്ക് നോമ്പ് ഫസ്റ്റിന് ഇടിയപ്പമാണ് ഞാൻ വെക്കുന്നത്. ഇച്ചാപ്പിയുടെ ഇഷ്ട ഫുഡാണ് ഇടിയപ്പം. കൂടെ ചിക്കൻ കറി വേണമെന്നേ ഉള്ളൂ. അപ്പം ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാനപ്പോഴത്തേക്കും സവാളയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ കയറിയത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സേവനാഴിയുടെ ഇടഭാഗത്ത് ഇങ്ങനെ മാവ് കയറുന്ന പ്രോബ്ലം മിക്കവർക്കും ഉള്ളതല്ലേ. അതിനുള്ള ടിപ്പൊന്നും അല്ല കേട്ടോ പറയുന്നത്. എനിക്കും അതുപോലത്തെ ഒരു സേവനാഴിയായിരുന്നു. ഇത് പിന്നെ എനിക്ക് രണ്ടാമത് എൻ്റെ കുഞ്ഞമ്മ വാങ്ങിച്ചു തന്നെയാണ്. പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മാവ് അത്ര നമുക്ക് ഇടിയപ്പമായിട്ട് പീച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മണ്ടയിലൊന്നും ഒട്ടും പിടിക്കത്തില്ല. ഞാൻ പീച്ചെടുക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്രയും ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. നോക്ക്, അല്ലാതെ കണ്ടോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇച്ചാപ്പിനെയും നീസുവിനെയും ഇടയ്ക്ക് വന്ന് നോക്കും. കാരണം എന്ത് കുരുത്തക്കേടാ ഒപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇച്ചാപ്പിനെ അത്രയും പേടിയില്ല, നീസുവിനെയാണ് കൂടുതലും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇടിയപ്പം എല്ലാം പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ കസേരയൊക്കെ കഴുകി വെച്ചെല്ലാം മണ്ണ് തട്ടി അകത്ത് കയറ്റി. നമ്മുടെ വാതിക്കലുള്ള മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നട്ടയാണ് കേട്ടോ ഈ ചീരയെല്ലാം. അതൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഈ ഒരു ചീര മാത്രമേ ഉള്ളൂ പുഴുവൊക്കെ തിന്ന് ഒരുമാതിരി ആയിപ്പോയത്. ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ട് നനയ്ക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. ഇടിയപ്പമൊക്കെ സെറ്റായിട്ടുണ്ട്. അതെല്ലാം എടുത്ത് പാത്രത്തിലോട്ട് തട്ടി മാറ്റി. ഇനി ഈ പാത്രമൊക്കെ കൂടെ കഴുകി അടുക്കളയൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ജോലി തീർന്ന്. ചിക്കൻ കറിയൊക്കെ എൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഉള്ളിവടക്കുള്ള സവാളയൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ഞെരടി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ചേർത്ത്. അതൊക്കെ ഒന്ന് മുളക് പൊടിയും കറിവേപ്പിലയും കടലമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂടെ ഇട്ട് നല്ലപോലെ തിരുമ്മി എടുത്ത്. പിന്നെ ഒന്ന് കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. 30 ദിവസം നോമ്പുണ്ട്. അതിൽ 25 ദിവസവും അരി റൊട്ടി ഉണ്ടാക്കി കൊടുത്താൽ നൗഫലിക്ക സന്തോഷത്തോടെ കഴിച്ചോളും. അതുകൊണ്ട് കുറച്ച് അരി റൊട്ടി കൂടെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചാപ്പി വന്ന് തൂക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും കൂടുതലും സഹായത്തിനായിട്ടല്ല. രാത്രി പഠിക്കാനിരുത്തുമ്പോൾ ഇതെല്ലാം എണ്ണി എണ്ണി പറയാൻ തുടങ്ങും. കൊള്ളാം ഉമ്മി, ഉമ്മിക്ക് ഞാൻ തൂത്ത് തന്നിട്ട് എന്നെ പഠിക്കാനിരുത്തി, ഉമ്മി എന്തൊരു സാധനം ഉമ്മി എന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ അവൻ്റെ തൂപ്പെല്ലാം കഴിഞ്ഞ് അവൻ പോയി. ബാക്കി അരി റൊട്ടിയൊക്കെ ഞാൻ അവിടെ നിന്ന് സമാധാനത്തിൽ ചുട്ടെടുത്ത്. ഞാൻ ഒറോട്ടി ഉണ്ടാക്കുന്നത് പൊടി തട്ടിയിട്ടല്ല, പ്രസ്സിൽ പരത്തിയെടുത്ത് നേരെ ഫ്രൈ പാനിലോട്ട് ഇട്ട് മറിച്ചും തിരിച്ചിട്ട് എടുക്കലാണ്. എനിക്കതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. റോട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരടുപ്പിൽ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളിവട പൊരിക്കാനായിട്ട്. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുവാണെങ്കിൽ ജോലി പെട്ടെന്ന് തീരുമല്ലോ എന്നോർത്ത് അങ്ങനെ ഉള്ളിവട പൊരിച്ച് ഇടിയപ്പമായി റോട്ടിയായി എല്ലാം അടുത്ത് ഒതുക്കി വെച്ച് ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് ഒന്നിരിക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഇച്ചാപ്പി പറഞ്ഞു, ഉമ്മി നമ്മൾ കഞ്ഞി വാങ്ങിച്ചിട്ടില്ലെന്ന്. പിന്നെ അവനെയും കൊണ്ട് പള്ളിയിലോട്ട് പോയി. തീർന്നു കാണുമെന്നാണ് കരുതിയത്, ഭാഗ്യത്തിനുണ്ടായിരുന്നു. ഇപ്പം തന്നെ സമയം 5:15 കഴിഞ്ഞിട്ടുണ്ട്. നൗഫലിക്ക വരാൻ ഇനി 6 മണി കഴിയുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിള്ളേരുമായിട്ട് പോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചു. നമ്മുടെ അടുത്ത് തന്നെ കടയുണ്ട്, അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നോമ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം വാങ്ങിക്കാൻ പോകാൻ ഇച്ചാപ്പിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനും. രാവിലെ എഴുന്നേറ്റ് ഇച്ചാപ്പിക്കുട്ടൻ ഒരു ചായ കുടിച്ചിട്ട് പറഞ്ഞ് ഇനി എനിക്ക് നോമ്പായിരിക്കും, എനിക്കൊന്നും വേണ്ടാന്ന്. ഇടയ്ക്കൊരു 11 മണിയായപ്പോൾ വന്ന് ചപ്പാത്തി കഴിക്കുന്നതായിട്ട് ചോദിച്ചപ്പോൾ പറയാം, അത് നല്ലപോലെ വിശന്നിട്ടാവും ഇനി ഞാൻ ഒന്നും കഴിക്കത്തില്ല വൈകുന്നേരം വരെയെന്ന്. ഇച്ചാപ്പിയുടെ നോമ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്ക പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും സമൂസയും കട്ട്ലേറ്റും ബജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം കൂടെ പൊരിയുടെ കൂടെ വെച്ച്. മെയിനായിട്ട് വേണ്ടത് തണുത്ത വെള്ളമാണല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്ക പള്ളിയിൽ പോയാൽ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഈ ചപ്പിക്കൊട്ടനെയും കൊണ്ടുപോയി. പിന്നെ ഞാൻ നീസ്മോളും മാത്രമേ ഉള്ളൂ.
വാങ്ക് വിളിച്ച് തീരുന്ന നേരം കൊണ്ട് ഞാൻ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ദാഹമായിരുന്നു. ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് നല്ല ക്ഷീണം വരുമെന്നറിയാം. പടച്ചവൻ അതുകൊണ്ട് നമുക്കിന്ന് വെയിൽ തന്നിട്ടില്ലായിരുന്നു. വൈകുന്നേരം വരെയും ഒരു മങ്ങിയ അന്തരീക്ഷമായിരുന്നു. അത് തന്നെ വലിയ ഉപകാരമായിരുന്നു. എത്ര കുപ്പി തണുത്ത വെള്ളം കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം അത്രയ്ക്കും തൊണ്ട പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന ഫുഡെല്ലാം അടച്ചു വെച്ചിട്ട് നിസ്കരിക്കാൻ കയറി. അങ്ങനെ നിസ്കരിച്ച് കുറച്ചൊന്ന് കിടന്ന് മയങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോഴത്തേക്ക് ഇക്ക പള്ളിയിൽ നിന്ന് തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇച്ചാപ്പിക്ക് ഉച്ചതൊട്ട് നോമ്പ് പിടിച്ചതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചാപ്പിക്കൊട്ട ഫുഡും കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ആവിയേറ്റി വെച്ച് കറിയൊക്കെ തിളപ്പിച്ച് ഇനി ഇടയത്താഴത്തിന് കഴിക്കണമല്ലോ. കറിയൊക്കെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം വിട്ടുപോയത്. നമ്മൾ പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചത് കുടിച്ചിട്ടില്ലായിരുന്നു. ഇക്ക നോമ്പ് തുറക്കാൻ പോകുന്നതുകൊണ്ട് പള്ളിയിൽ നിന്ന് കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞ് രണ്ടുപേരും കുടിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നെയ്സുമോളത് കേട്ടപ്പോൾ തന്നെ പോയി എനിക്ക് സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കഞ്ഞി അവിടെ ഇരുന്ന് കുടിച്ച് തീർത്തു എങ്ങനെയെങ്കിലും. അപ്പോൾ എൻ്റെ നോമ്പുറ ഇതൊക്കെയാണ്. നിങ്ങളുടെ നോമ്പുറയ്ക്ക് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ടാറ്റാ.